ഇപ്പോൾ ഫിസിക്കൽ ടാസ്കുകളുടെ കാഠിന്യം കൂടുകയാണ് എന്ന് പറയാം. ബിഗ് ബോസ് വീട്ടിൽ ഇനി ഓരോ ദിവസവും സംഭവിക്കാൻ പോകുന്നത് സംഭവവികാസമായ കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനമെന്നോണം കഴിഞ്ഞ ദിവസം, അതായത് ഏകദേശം 2 ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു ഫിസിക്കൽ ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ തൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞ വൈൽഡ് കാർഡ് എൻട്രിയായ പൂജ എത്തിയിരുന്നു. ആങ്കറും ഇൻഫ്ലുവൻസറും കൂടിയായ പൂജ വന്ന നാളു മുതൽ വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നൊരു മത്സരാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം അത് ഋഷിയും എല്ലാവരും കൂടി ഇരുന്നപ്പോൾ തന്നെ പൂജയ്ക്ക് വയ്യാതെ കരയുകയായിരുന്നു. അനങ്ങാൻ പറ്റുന്നില്ല എന്നും കട്ടിലിൽ കിടന്ന് കരയുന്നതുമാണ് എല്ലാവരും കണ്ടത്. അവസാനം മെഡിക്കൽ ടീം എത്തി പൂജയെ വിളിച്ചുകൊണ്ടു പോവുകയായിരുന്നു. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആരും ഇതുവരെ ഇത്തരം അവസ്ഥയിലൂടെ കടന്നുപോയിട്ടില്ല. അതുപോലെ തന്നെ ഈ മാനസികാവസ്ഥയിലൂടെ എത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ വാക്കുകളിലൂടെ മനസ്സിലായി DJ സിബിൻ ഇപ്പോൾ പിന്തിരിയുകയാണ്. ക്വിറ്റ് ചെയ്യണമെന്നും എന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ DJ സിബിൻ. എനിക്കിവിടെ പറ്റുന്നില്ല ബിഗ് ബോസ്, എന്നെ വെറുതെ വിട്ടേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും DJ സിബിൻ മാത്രം മതി, അങ്ങനൊരു കാര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പവർ ടീമിൽ കയറിയ DJ സിബിൻ പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത ദേഷ്യവും വല്ലാത്ത അമർഷവും ചിലരെ ടാർഗറ്റ് ചെയ്ത് ബന്ധപ്പെടുന്നതുമായി കാര്യങ്ങൾ ഉടനെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് DJ സിബിനെതിരെ കടുത്ത വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്ന് ലാലേട്ടനും കഴിഞ്ഞ ദിവസം എത്തി DJ സിബിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതോടെ DJ സിബിൻ്റെ കാര്യങ്ങൾ കൂടി തീർന്നിരിക്കുകയാണ്. അദ്ദേഹം ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോഴെന്ന് പറയണം. DJ സിബിൻ്റെ അവസ്ഥ വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യമാണ്. ജാസ്മിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ജാസ്മിൻ അതിൽ നിന്ന് മുന്നേറി. കാരണം ഗബ്രി ഉണ്ടായിരുന്നു, ചുറ്റും ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ജാസ്മിൻ പെട്ടെന്ന് കരകയറി. എന്നാൽ സിബിനും പൂജയ്ക്കൊന്നും അതിൽ കരകയറാൻ സാധിക്കുന്നില്ല. സിബിന് മാനസികമായ അസുഖമാണെങ്കിൽ പൂജയ്ക്ക് ഹെൽത്ത് പരമായി നല്ല ഇഷ്യൂ ഉള്ള കുട്ടിയാണ്. വന്ന നാൾ മുതൽ തന്നെ തൻ്റെ ഹെൽത്ത് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഫിസിക്കൽ ടാസ്കോട് കൂടി പൂജ വളരെയധികം ടയേർഡാവുകയായിരുന്നു. ഇതോടെയാണ് പൂജയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. ബിഗ് ബോസ് 6 സീസൺ കഴിഞ്ഞിട്ടും മെഡിക്കൽ റൂമിൽ നിന്ന് ആളുകൾ അകത്ത് വന്ന് കൊണ്ടുപോവേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല. ആർക്കും എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പൂജയുടെ ദേഹം ആസകലം വിറയ്ക്കുകയായിരുന്നു. വേദന കൊണ്ട് പൊളയുകയായിരുന്നു പൂജ. അത് കണ്ട് സഹിക്കാൻ പോലും ആർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ പൂജയെക്കുറിച്ച് സംസാരിക്കുന്നത്. പൂജ വളരെ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റാണ്. എത്ര വയ്യെങ്കിലും വേഗം അസുഖം മാറി തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ഇനി സിജോയിനെ പോലെ തന്നെ 2 ആഴ്ച പുറത്തു നിൽക്കേണ്ടി വരും പൂജയുമെന്നാണ് തോന്നുന്നത്. ഡിസ്കിന് നല്ല വേദനയുണ്ടെന്ന് പൂജ പറയുന്നു. ഫുൾ കിടപ്പായിരുന്നു. അത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പൂജയുടെ വേദന മനസ്സിലാകുന്നു. അതിനുശേഷം സിജോ എപ്പോൾ തിരിച്ചു വരുമെന്നുള്ള ചോദ്യമാണ്. സിജോയും ഈ ആഴ്ച തന്നെ തിരിച്ചു വരും. കാരണം പൂജ കൂടി ഇപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയുടെ കുറവുണ്ട്. DJ സിബിന് മാനസികമായി ഇപ്പോൾ താഴ്ന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തിരുന്ന് കണ്ടുവന്ന നമ്മുടെ സിജോയ്ക്ക് കളിയെല്ലാം മനസ്സിലായി ഇനി കളിക്കുമെന്നും പുതിയൊരു കണ്ടസ്റ്റൻ്റായി തന്നെ സ്ട്രോങ് ആയി കളിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.